ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മുടെ പുതിയ വീഡിയോക്ക് എല്ലാം ചോദിക്കും. സാധാരണ നമ്മളെ ഒരു സിനിമയൊക്കെ റിലീസ് ചെയ്തേക്കാണ്. അതിൻ്റെ അതേ കോസ്റ്റ്യൂം കേട്ടോ മാറ്റിയിട്ടുള്ള, പക്ഷെ ഇതല്ല ലൊക്കേഷൻ. അപ്പോൾ ഞാനിപ്പോൾ ആ സിനിമ ഷൂട്ട് ചെയ്ത് മലപ്പുറത്തുനിന്നായിരുന്നു. ഇപ്പോൾ നമ്മളെ വീട്ടിൽ തന്നെയാണ്. അപ്പോൾ നമ്മളെ സിനിമ എല്ലാവരും കാണുക, ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. നിങ്ങൾക്ക് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുറേ ടെക് ചാനലുണ്ട്, അതിനൊക്കെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് 100K 1 million ഒക്കെ ആക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ ചാനൽ എന്താ കഴിച്ച് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തത്? എൻ്റെ ഏട്ടനൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്, എടാ ആദ്യം എത്ര സബ്സ്ക്രൈബേഴ്സായി, നിങ്ങൾ എന്തായി സബ്സ്ക്രൈബ് ചെയ്ത്? ആകെ ഒരു സിനിമ സബ്സ്ക്രൈബ് ചെയ്ത് 11 സബ്സ്ക്രൈബർ ആക്കി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെന്താ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ആക്കി? ഇപ്പോൾ നല്ല സബ്സ്ക്രൈബ് കിട്ടുന്നുണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾ ഇങ്ങനെ കയറിയും. പക്ഷെ എൻ്റെ RXCKസിൻ്റെ ഗ്രൂപ്പൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ തന്നെ എൻ്റെ ഈ ചാനൽ, ഇപ്പം ഞാൻ വ്ളോഗ് ചെയ്യുന്ന ഈ ചാനൽ കാണുന്നവർ തന്നെ 26 സബ്സ്ക്രൈബേഴ്സ്, അങ്ങനെ കുറേ സബ്സ്ക്രൈബേഴ്സ് കൊണ്ട് കൂടി തരുന്നുണ്ട്. പക്ഷെ ഇതെന്താ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത്? ഇതും എൻ്റെ ചാനൽ തന്നെയാണ്, അതിലും ഞാൻ തന്നെയാണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. പിന്നെ ഇതിൽ കുറച്ച് സിനിമ കൂടുതൽ, അതിൽ കുറച്ച് സിനിമ കുറവ്, അത്രേ ഉള്ളൂ. സിനിമ അല്ലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ലേ. സബ്സ്ക്രൈബ് ചെയ്യും. ഞങ്ങൾ ഇടുന്ന സിനിമയ്ക്ക് എന്താ കുഴപ്പം? അങ്ങനെ ആർക്കെങ്കിലും കുഴപ്പമൊന്നുണ്ടെങ്കിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. ഞങ്ങളെ അടുത്ത സിനിമയിൽ അത് മാറ്റിയിട്ട് ചെയ്യാം. ഇതിപ്പോൾ കേൾക്കുന്ന കുറച്ച് ആൾക്കാർ പറയുന്നുണ്ടാവും, ഒയ്യവാനൊക്കെ പ്രാന്ത് യൂട്യൂബ് ഉണ്ടാക്കിയിട്ട് എന്താവാൻ അല്ലേ? പക്ഷെ അങ്ങനെയല്ല ഗൈസ്, ഇതിനൊരു അർത്ഥമുണ്ട്. ഇപ്പോൾ തന്നെ ഞാൻ ഇവിടെ ഒരു ഫോട്ടോ എടുത്തേക്കാം. ഇവിടെ ആ ഫോട്ടോയിൽ കാണുന്ന യൂട്യൂബറിനെ നിങ്ങൾക്ക് അറിയുമെങ്കിൽ കമൻറ്റിലോ. ആ യൂട്യൂബറിനെ വരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് പുള്ളി ചെയ്യണ്ടി. പക്ഷെ എന്നെന്ത് ചെയ്തുകൂടാ? അപ്പോൾ ഞാനിതൊക്കെ പറയാനും, പിന്നെ ഞാൻ കുറച്ച് ദിവസമായി വീഡിയോ ഇട്ടിട്ട് അപ്പോൾ അതൊക്കെ പറയാനും, പിന്നെ ആ സിനിമയുടെ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് ആകെ ഫുൾ പനിയൊക്കെ പിടിച്ച് റെസ്റ്റിലായിരുന്നു. അപ്പോൾ അതാണ് വീഡിയോ ഇടാൻ